അയോധ്യ രാമക്ഷേത്ര കൊള്ളയിൽ കേന്ദ്രത്തെ വെട്ടിലാക്കി ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ്. പ്രധാന തീരുമാനങ്ങൾ എടുത്തത് പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി നൃപേന്ദ്ര മിശ്ര. കമ്മിറ്റിയിൽ ഇഷ്ടക്കാരെ ഉൾപ്പെടുത്തിയെന്നും വിമർശനം. തുറന്ന കത്തിലൂടെയാണ് ചമ്പത് റായുടെ വെളിപ്പെടുത്തൽ. ഫെമിന കൂടി ചേരുകയാണ്. ഫെമിന, അയോധ്യ രാമക്ഷേത്ര കൊള്ള വളരെ വലിയ തരത്തിൽ കേന്ദ്രത്തിനെതിരെ ഉയർന്നു വന്ന ഒരു ആരോപണമായിരുന്നു. ഇപ്പോഴിതാ കേന്ദ്രത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ അത് കുറച്ചുകൂടി വ്യക്തമായിരിക്കുകയാണ് ചമ്പത് റായുടെ കത്തിലൂടെ. വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? പ്രധാനമന്ത്രിയുടെ ഓഫീസിനെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയെയും തന്നെ വെട്ടിലാക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ ക്ഷേത്രം ജനറൽ സെക്രട്ടറി ആയിരുന്ന ട്രസ്റ്റിന്റെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന ചമ്പത് റായിയുടെ തുറന്ന കത്തിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 9 പേജുള്ള കത്താണ് അദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് കത്ത്. നരേന്ദ്രമോദിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന നൃപേന്ദ്ര മിശ്രയാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ക്ഷേത്ര നിർമ്മാണവുമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിച്ചത് എന്ന വെളിപ്പെടുത്തലാണ് ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, നിർമ്മാണ സമിതിയിൽ വേണ്ടപ്പെട്ടവരെ മാത്രമായിരുന്നു മിശ്ര നിയമിച്ചത്. പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് 15 ട്രസ്റ്റിനെ നിയമിച്ചത്. നിർമ്മാണ സമിതിയുടെ ചെയർമാനായി ചുമതലയേറ്റതോടെ എല്ലാ തീരുമാനങ്ങളും നൃപേന്ദ്ര മിശ്രയുടേത് മാത്രമായി മാറി. സമിതിയിൽ ഒരു അംഗം 6 വർഷത്തിനിടെ അയോധ്യയിലെത്തിയത് 2 വട്ടം മാത്രമാണ്. മറ്റൊരംഗം സുരക്ഷാ സംബന്ധമായ നിർദ്ദേശങ്ങൾ മാത്രമായിരുന്നു നൽകിയിരുന്നത് തുടങ്ങി ഈ പിഎംഒയുടെ ഓഫീസിനെ പ്രതിരോധത്തിലാക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഈ കത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ മുൻ ചെയർമാൻ അനൂപ് മിത്തലിനെ ആയിരുന്നു ഇത്തരത്തിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മിശ്ര ആശ്രയിച്ചിരുന്നത്. മറ്റാരെയും ഇടപെടാൻ അനുവദിച്ചിരുന്നില്ല. ക്ഷേത്ര നിർമ്മാണത്തിന്റെ പൂർണ്ണ അധികാര കേന്ദ്രം താനാണ് എന്ന തരത്തിലുള്ള ഒരു തീരുമാനങ്ങളായിരുന്നു നൃപേന്ദ്ര മിശ്ര എടുത്തിരുന്നത് തുടങ്ങിയിട്ടുള്ള വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതോടെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ആളുകൾ സ്വന്തക്കാരെ മാത്രമാണ് നിയമിച്ചത് തുടങ്ങിയിട്ടുള്ള വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ ക്ഷേത്രകൊള്ള പുറത്തു വന്നതിന് പിന്നാലെ അയോധ്യയിലെത്തിയ നൃപേന്ദ്ര മിശ്ര ചമ്പത് റായിയെയും ക്ഷേത്ര ട്രസ്റ്റിനെയും തള്ളിപ്പറഞ്ഞതിന് പിന്നാലെയായിരുന്നു ചമ്പത് റായിക്ക് രാജിവെക്കേണ്ടി വന്നിരുന്നത്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടി തുറന്നു കാണിക്കുകയാണ്. എന്നാൽ ചമ്പത് റായിയുടെ കത്ത് ഒരു മാധ്യമ സൃഷ്ടിയാണ് എന്ന് ന്യായീകരിച്ച് തലയൂരാനുള്ള ഒരു ശ്രമമാണ് നൃപേന്ദ്ര മിശ്ര ഇപ്പോൾ നടത്തുന്നത്.